വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഗ്രേഡിയന്റ്, കേള്, ഡൈവേർജൻസ് ഇത്തരത്തിലുള്ള ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങൾ എവിടെ ഏത് ഫിസിക്സിൽ ഏത് ബ്രാഞ്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണിത്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ബേസിക്സ് ആയ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഡെറിവേറ്റീവ് എന്താണ്, അങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗ്രേഡിയന്റിലേക്ക് കടക്കാം. അപ്പം നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ എഫ് എന്ന് വിളിക്കാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് വൺ വേരിയബിൾ, അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് അല്ലെ, എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിന്റെ മീനിങ് എന്താ? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിന്റെ വേരിയബിൾ എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. ദെൻ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ദെൻ അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ +2 പഠിച്ചതല്ലേ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് df by dx അല്ലെ. ഒന്നുമില്ല, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ df by dx. ദെൻ ഇനി നിങ്ങൾ നോക്ക്, ഈ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. ഇവിടെ വൺ വേരിയബിൾ എന്ന് പറഞ്ഞില്ലേ, അതായത് അതിന്റെ മീനിങ് എന്താ? എക്സിൽ എന്ത് ചേഞ്ച്, അല്ലെങ്കിൽ ഒരു സ്മോൾ എക്സില് ഒരു ഡിഎക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ചേഞ്ച്, ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്മോൾ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ, സോ നമ്മൾ എഫിലും എന്തുണ്ടാവും? ഒരു സ്മോൾ ചേഞ്ച്, ദാറ്റ് ഈസ് df. സ്മോൾ ചേഞ്ച് എഫിലും ഉണ്ടാകും. അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേരിയബിൾ എക്സ്, then the derivative of this function, that is df by dx, when we change x by dx, x നെ നമ്മൾ എന്ത് ചെയ്തു? dx ആയിട്ട് അല്ലെങ്കിൽ dx amount ചേഞ്ച് ചെയ്തു. then what happened to f? എഫിലും എന്തുണ്ടായി? ഒരു ചേഞ്ച് ഉണ്ടായില്ലേ. ആ ചേഞ്ച് എങ്ങനെയാണ്? df ചേഞ്ച് ആണ്, അതായത് വളരെ സ്മോൾ, ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട്, അല്ലെങ്കിൽ ഒരു സ്മോൾ ചേഞ്ച് എഫിൽ ഉണ്ടായി. നമുക്ക് ഈ പറഞ്ഞതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് df. എഫില് ഉണ്ടായ സ്മോൾ ചേഞ്ച് ഈക്വൽ ടു df by dx into dx. നിങ്ങൾ നോക്ക്, എക്സില് dx ചേഞ്ച് ഉണ്ടായപ്പോ എഫില് എഫ് എന്തായി? ഒരു df ചേഞ്ച് എഫിൽ ഉണ്ടായി. അപ്പൊ ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? എഫിലുണ്ടായ ആ സ്മോൾ ചേഞ്ച് ഈക്വൽ ടു df by dx into dx ആണ്. എന്താ ഇത് മീൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി, എക്സ് വേരി ചെയ്യുന്ന സമയത്ത് എഫും വേരി ചെയ്യൂലേ. അത് എക്സ് ഈസ് എ വേരിയബിൾ ഓഫ് എഫ് ആണ്. ദെൻ നിങ്ങൾ നോക്കി, ഈ df by dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ആക്ച്വലി എന്താ ഈ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? അതായത് ആ ഫംഗ്ഷന്റെ സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് ആണ് df by dx എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫ്, ഒരു രണ്ട് ഗ്രാഫ് വെച്ചിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ എക്സില് സ്മോൾ ചേഞ്ച് ഉണ്ടായപ്പോൾ എഫില് df ചേഞ്ച് ഉണ്ടായി. അപ്പൊ അതായത് ഈ ഒരു ചേഞ്ചിലെ പ്രൊപ്പോർഷണാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി, ആ ഫാക്ടർ ആണ് എന്ത്? df by dx. അപ്പൊ എന്താണ് ഈ പ്രൊപ്പോർഷണാലിറ്റി, അല്ലെങ്കിൽ എന്താ ഈ പറയുന്നതൊക്കെ? അതായത് നമുക്ക് രണ്ട് ഗ്രാഫ് വരയ്ക്കാം. സപ്പോസ് നമുക്കൊരു ഫിഗർ ഉണ്ട്, അതായത് ഈ ഫംഗ്ഷനെ നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് എഫ്. ഒരു ഗ്രാഫ് ഇതാണ് 1. ദെൻ സെക്കൻഡ് ഇതുപോലെ, ഇത് എക്സ് ആണ്, ഇതെന്താണ്? എഫ് ആണ് അല്ലെ. ഇതാണ് നമ്മളെ സെക്കൻഡ് ഗ്രാഫ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പറഞ്ഞത് എക്സ്
ഇതിലൊരു സ്മോൾ ചേഞ്ച് ഉണ്ടായി. അതായത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത എഫ് ഇതായിരുന്നു അല്ലെ, അവിടെ ഒരു സ്മോൾ ചേഞ്ച്. ഈ എഫിന് ഞാൻ പകരം അല്ല എക്സ്, ഈ ഒരു ഡിസ്റ്റൻസിന് പകരം ഞാൻ ഇത്രയും ഡിസ്റ്റൻസ്, അതായത് സ്മോൾ ചേഞ്ച് ഡി എക്സ് ചേഞ്ച് ഉണ്ടായി അല്ലെ. അപ്പൊ ഡി എക്സ് ചേഞ്ച് ഉണ്ടായപ്പം ഫംഗ്ഷൻ എഫ് മാറിയില്ലേ? കാരണം എക്സ് ഉണ്ടായ സമയത്ത് ഇത് എക്സ് ആണ് കേട്ടോ. എക്സ് ഉണ്ടായ സമയത്ത് ഈ ഫംഗ്ഷന്റെ വാല്യൂ എഫിന്റെ വാല്യൂ ഇത്രയായിരുന്നു അല്ലെ. ഡി എക്സ് ആയിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്തപ്പോ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഉണ്ടായപ്പം എഫിന്റെ വാല്യൂ എന്തായി? അവിടെ കുറഞ്ഞില്ലേ അല്ലെങ്കിൽ വേരി ചെയ്തില്ലേ? അപ്പൊ എക്സിനനുസരിച്ച് എഫും വേരി ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക് കുറയാൻ കൂടാം എന്തായാലും. ഇവിടെ നോക്ക്, ഈ ഡി എക്സ് സ്മോൾ ചേഞ്ച് ആണ് അല്ലെ. അതേപോലെ ഇവിടെയോ ഡി എഫും സ്മോൾ ചേഞ്ച് ആണ് ഉണ്ടായത്. നിങ്ങൾ നോക്ക്, ഈ കർവ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റിന് ടാൻജന്റ് വരയ്ക്കുക അല്ലെ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ അല്ലെ. ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്താണ്? ഇവിടെ വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ സ്ലോപ്പ് ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചതല്ലേ പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിൽ. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പും എന്താണ്? കുറവാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക്, ചേഞ്ച് കുറവായപ്പോ അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് കുറവായപ്പോ എക്സിൽ ചെറിയ ചേഞ്ച് ഉണ്ടായി, അതിനനുസരിച്ചുള്ള ചേഞ്ച് മാത്രമേ എഫിലും ഉണ്ടായിട്ടുള്ളൂ അല്ലെ. അപ്പൊ സ്ലോപ്പും എന്താണ്? ചെറുതല്ലേ. ഇപ്പൊ ചെറിയ സ്ലോപ്പാണ് ഇവിടെ ഉണ്ടായത്. അതേപോലെ എക്സിൽ ചെറിയ ചേഞ്ച് ഉണ്ടായപ്പോ. നിങ്ങൾ സെക്കൻഡ് കേസ് നോക്ക്. സെക്കൻഡ് കേസിൽ ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ എക്സ് എന്ന് പറയുന്നത്. ദെൻ ഡി എക്സ് ചേഞ്ച് ഉണ്ടാക്കി. ഡി എക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് എക്സും ഇത് ഡി എക്സ് ചേഞ്ച് ഇവിടെ ഉണ്ടായില്ലേ. അപ്പൊ നിങ്ങൾ നോക്കി എഫില് വളരെ വലിയ ചേഞ്ച് അല്ലേ ഉണ്ടായത്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. നിങ്ങൾ ഈ ഒരു പോയിന്റ് എടുത്ത് നോക്ക്. ഇവിടെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രാഫ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ എക്സിൽ ചെറിയ എമൗണ്ട് ചേഞ്ച് ഉണ്ടായപ്പോ തന്നെ എഫിൽ എന്തായി? വലിയ എമൗണ്ട് ചേഞ്ച് ഉണ്ടായി അല്ലെ. അതുപോലെ നിങ്ങൾ നോക്കി, ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ സ്ലോപ്പ് അല്ലേ അല്ലെ. അതായത് ഈ പോയിന്റ് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വലിയ സ്ലോപ്പാണ് ഉണ്ടായത്. അപ്പൊ സ്ലോപ്പ് എക്സിന്റെ ചേഞ്ചിനനുസരിച്ച്, എക്സ് എത്ര ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്, അത് ആ ഫംഗ്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്താ സ്ലോപ്പും ഡിഫറെന്റ് ആയിരിക്കില്ലേ അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ ആണെന്ന് പറയാം അല്ലെ. ഗ്രാഫിന്റെ ചേഞ്ച് വളരെ കൂടുതൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. അതുപോലെ അതായത് സ്ലോപ്പ് വളരെ കൂടുതലായിരിക്കും. അതേപോലെ ചെറിയ ചേഞ്ച് മാത്രമേ ഗ്രാഫിൽ ഉണ്ടായിട്ടുള്ളൂവെങ്കിൽ എന്താണ്? അവിടെ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തായി എക്സിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് എഫിലും ചേഞ്ച് ഉണ്ടാവും. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ സ്ലോപ്പ് ആണ്, ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ ഉള്ള ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ, ഇതൊരു പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അല്ലെങ്കിൽ ഗ്രേഡിയന്റിലേക്ക് കടക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മളെ കേസ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ 1 വേരിയബിൾ പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരിക്കും അല്ലെ. നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റൂമിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചൊക്കെ റൂമിൽ എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും അല്ല അല്ലെ. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നമ്മൾ എടുക്കുകയാണ് 3 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ്. അപ്പൊ അതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് T. അപ്പൊ നോക്കി, ഈ ടെമ്പറേച്ചർ നമ്മളിപ്പോ ഒരു റൂം കൺസിഡർ ചെയ്യാണ്. ആ റൂമിന്റെ ഒരു അതായത് എക്സ് ഇപ്പോ ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ടെമ്പറേച്ചർ ആണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഞാനിപ്പോ പറഞ്ഞ 1 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് റൂം ആവുന്ന സമയത്ത് ഒരു 3 ഡയമെൻഷൻ എക്സിൽ ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, വൈ 1 മീറ്റർ ആവുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, സെഡ് 1 മീറ്ററിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഡിസ്റ്റൻസിൽ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാക്കി. ദാറ്റ് ഈസ് ഈ 1 മീറ്റർ ഇത് എക്സ് ആണെങ്കിൽ അവിടെ ഒരു സ്മോൾ ചേഞ്ച് ഡി എക്സ്.
അതായത് ഒരു 1 മീറ്റർ 1.5 മീറ്ററിലാണ് പിന്നെ ഞാൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോബ്ലം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? കാരണം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എക്സിലാണ് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ചേഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ച് വരുത്തിയത് എന്നുള്ളതൊരു, ഇവിടെ എക്സ് ഡി എക്സ് ആക്കിയത് അല്ലെ, വൈയിലും സെഡിലും ഒക്കെ അങ്ങനെ ചേഞ്ച് വരില്ലേ? വരും. അപ്പം നമ്മളെ പ്രോബ്ലം എന്തായി, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ടോട്ടൽ ആ ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചർ ആണ് ഫംഗ്ഷൻ, അപ്പൊ ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ എങ്ങനെ വേരിയേഷൻ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൂടെ നമ്മൾ എന്താ ഗ്രേഡിയന്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. സോ അപ്പൊ നമുക്കറിയാം ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എക്സ് വൈ സെഡ് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ് അല്ലെ, ഈ 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കട്ടെ, നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഇനി ഞാൻ എഴുതാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ എക്സിലും വൈയിലും സെഡിലും ചേഞ്ച് ഉണ്ടായാൽ, അതില്ലെങ്കിൽ എക്സിൽ മാത്രം ചേഞ്ച് ഉണ്ടായാലും ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവും അല്ലെ, വൈയിൽ മാത്രമാണ് ചേഞ്ച് എങ്കിലും ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവും അല്ലെ, സെഡില് മാത്രമാണ് ചേഞ്ച് എങ്കിലും ടെമ്പറേച്ചറിലും ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിലും എങ്ങനെ ഇതിൽ എന്ത് വേരിയേഷൻ ഇനീഷ്യൽ കണ്ടീഷന് എക്സ് വൈ സെഡ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന് എന്ത് ഡി എക്സ് അല്ലെങ്കിൽ എത്ര ഡി വൈയോ എത്ര ഡി സെഡോ ചേഞ്ച് ഉണ്ടായാലും എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു അല്ലെ. അപ്പൊ എനിക്ക് എന്താ കാണേണ്ടത്, ഡി ടി, അതായത് ടെമ്പറേച്ചറിൽ എത്ര വേരിയേഷൻ, ഇത് സ്മോൾ ചേഞ്ച് എന്നാട്ടോ, ഡി ടി സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഡി ടി അതായത് ടെമ്പറേച്ചറിൽ എത്ര ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് എന്ത് എനിക്ക് അറിയേണ്ടത്. അപ്പൊ നോക്ക്, ഈ ടെമ്പറേച്ചറിൽ ഡി എക്സ്, ഇപ്പൊ ഈ ടെമ്പറേച്ചർ ഡി എക്സ് amount വേരിയേഷൻ വന്നപ്പം ടെമ്പറേച്ചറിൽ എത്ര ചേഞ്ച് ഉണ്ടായി എന്ന് ആദ്യം കാണും അല്ലെ. അതായത് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുക. കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു വേരിയബിളെ പറ്റൂ അല്ലെ. പാർഷ്യൽ ഡെറിവേറ്റീവ് കാരണം എക്സ് വൈ സെഡ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇനി ഡോ ടി ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, എക്സിൽ അല്ലെ, ഡോ എക്സ് ടെമ്പറേച്ചറിൽ എക്സിനനുസരിച്ച് എത്ര വേരിയേഷൻ വന്നു, ദെൻ വേരിയേഷൻ വന്നു നോക്കി, ദെൻ എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തത്, ഡി എക്സ് ഡിസ്റ്റൻസിൽ അല്ലെ, ഡി എക്സ്. അപ്പൊ ഇതെന്താ മീനിങ്, ഡി എക്സ് ഡിസ്റ്റൻസിൽ ടെമ്പറേച്ചറിൽ എക്സ് വേരി ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റം വന്നു, ആ മാറ്റം ടെമ്പറേച്ചറിൽ ടോട്ടൽ ഫംഗ്ഷനിൽ കാണിക്കില്ലേ അല്ലെ. അപ്പൊ നോക്ക്, ഇത് എക്സിന്റേത് മാത്രമാണ്, എക്സിൽ മാത്രമാണോ ഇവിടെ വേരിയേഷൻ വരിക, അല്ല അല്ലെ. എക്സും വൈയും സെഡും എന്താണ്, നമ്മളെ ഈ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. അപ്പൊ ഇതേപോലെ ഇത് എക്സിൽ മാത്രമുള്ള ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ കാണിച്ചത്. ദെൻ നിങ്ങൾ നോക്ക്, ഇനി ഞാൻ വൈയിലും ഇതുപോലെ ഡി വൈ ചേഞ്ച് ഉണ്ടാക്കി. ഡി വൈ ചേഞ്ച് ഉണ്ടെങ്കിൽ പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോട്ട് ടി ബൈ ഡോ വൈ, വൈയിലുള്ള ചേഞ്ച് എത്ര ഡിസ്റ്റൻസില്, ഡി വൈ എമൗണ്ട് വൈ ചേഞ്ച് ചെയ്തപ്പോ എങ്ങനെ വൈ ടെമ്പറേച്ചറിന് വൈ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം ചേഞ്ച് വന്നു, ദാറ്റ് ഈസ് ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇതേപോലെ സെഡിലും ഉണ്ടാവില്ലേ വേരിയേഷൻ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഡി സെഡ് ചേഞ്ച് വന്നപ്പം ടെമ്പറേച്ചറിൽ എന്ത് വ്യത്യാസം വന്നു, ഡോട്ട് ടി ബൈ ഡോ സെഡ്, ഡോ സെഡ് എത്ര എമൗണ്ട് ചേഞ്ച് ചെയ്തു, ഇതാണ് ആ ചേഞ്ച്. എത്രത്തോളം ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് ഡി സെഡ് അല്ലെ, ഡി സെഡ് എമൗണ്ട് ചേഞ്ച് ചെയ്തു അല്ലെ. അപ്പൊ നോക്കി, ഇതല്ലേ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ തിയറം ഇതല്ലേ, ഡി ടി, അതായത് ഈ ടെമ്പറേച്ചറിലുള്ള ടോട്ടൽ ആ ഫംഗ്ഷനിലുള്ള, നമ്മുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ ടെമ്പറേച്ചർ, എഫ് ആണ് ടെമ്പറേച്ചർ, ആ ഫംഗ്ഷനിലുള്ള ചേഞ്ച് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എക്സ് വേരിയബിളിലുള്ള ചേഞ്ച് പ്ലസ് വൈ വേരിയബിളിലുള്ള ചേഞ്ച് പ്ലസ് സെഡ് വേരിയബിളിലുള്ള ചേഞ്ച് ആണ്. ഇനി നോക്ക്, ഞാൻ ഈ എക്സ്പ്രഷനെ ഞാൻ മറ്റൊരു രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നോക്ക് എങ്ങനെയാണ്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുന്നു. ഡോട്ട് ടി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോട്ട് ടി ബൈ ഡോ വൈ ജെ
പ്ലസ് ഡോ ടി ബൈ ഡോ സെഡ് കെ ഡോട്ട് dxi പ്ലസ് dyj പ്ലസ് dzk. നിങ്ങൾ നോക്കി, ഈ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ ഈ ഒരു എക്സ്പ്രഷനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ നോക്കൂ, ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോട്ട് ടി ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഡോട്ട്, അതായത് നമ്മുടെ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അവിടെ എടുക്കുന്നത്. ഡോട്ട് dxi പ്ലസ് dyj പ്ലസ് dzk. ഇപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഇത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ? നമ്മൾ തിരിച്ച് ചെയ്ത് നോക്കുക, ഇതിൽ നിന്ന് ഇത് കിട്ടുമോ നോക്കിയാൽ പോരെ. അതായത് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് അല്ലെ. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാ? നമ്മൾ എ ഡോട്ട് ബി ചെയ്തില്ലേ? എ ഒരു വെക്ടർ ആണ്, ബി ഒരു വെക്ടർ ആണ്, ദെൻ എ ഡോട്ട് ബി എന്ന് പറഞ്ഞിട്ട്, അതായത് പിന്നെ ax bx പ്ലസ് ay by പ്ലസ് az bz അല്ലെ. അതായത് എ എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സ് കമ്പണന്റും ബി എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സ് കമ്പണന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് എയുടെ വൈ കമ്പണന്റും ബിയുടെ വൈ കമ്പണന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് എയുടെ സെഡ് കമ്പണന്റും ബിയുടെ സെഡ് കമ്പണന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അതേപോലെ നിങ്ങൾ നോക്ക്, ഇതൊരു വെക്ടർ ആണ് അല്ലെ. ഐ ജെക്ക് ഡയറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെക്ടർ ആണെന്ന്. അപ്പൊ ഈ ഒരു വെക്ടറും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കമ്പണന്റും സെക്കൻഡ് വെക്ടറിന്റെ എക്സ് കമ്പണന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞില്ലേ, ഐ ഡോട്ട് ഐ വൺ അല്ലേ. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ ഐ വൺ ഇൻറ്റു കോസ് 0, ദാറ്റ് ഇസ് ഐയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയതാണ്, അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് വന്നു അല്ലെ. ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ, അതായത് ഇതിന്റെ വൈ കമ്പണന്റും ഇതിന്റെ വൈ കമ്പണന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് അതേപോലെ ഡോട്ട് ടി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. അപ്പൊ എഴുതിയത് കറക്റ്റ് അല്ലേ അല്ലെ? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? നിങ്ങൾ തിരിച്ച് ചെയ്ത് നോക്കിയപ്പോ ഇതന്നെ കിട്ടുന്നില്ല, അപ്പൊ മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഇതിനെ ഞാൻ, അതായത് ഈ ഡോട്ട്, ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു 3 ടേംസിനെ ഞാന് ഡെൽ ഓഫ് ടി എന്ന് എഴുതി. എന്താ ഇത്? ഡെൽ ഓഫ് ടി, ഡെൽ ടി. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഇക്വേഷൻ എന്താവും? ഡെൽ ടി. അപ്പൊ ഇത്രയും ഭാഗം ഡെൽ ടി അല്ലെ. ഡോട്ട് dxi പ്ലസ് dyj പ്ലസ് dzk എന്താ നോക്ക്. r ഈക്വൽ ടു എന്താണ്? xi പ്ലസ് yj പ്ലസ് zk. അങ്ങനെയാണെങ്കിൽ നമുക്ക് dr എന്തായിരിക്കും? dxi പ്ലസ് dyj പ്ലസ് dzk ആയിരിക്കില്ലേ അല്ലെ. ആറിലുള്ള ചേഞ്ച് തന്നെ എക്സിലുള്ള ചേഞ്ച് പ്ലസ് വൈയിലുള്ള ചേഞ്ച് പ്ലസ് സെഡിലുള്ള ചേഞ്ച്, അതായത് പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. സോ ഈ dxi പ്ലസ് dyj പ്ലസ് dzk എനിക്ക് എന്ത് എഴുതാം? dr എഴുതിക്കൂടെ അല്ലെ. അപ്പൊ നോക്ക്, നമ്മളെ ഈ dt ടെമ്പറേച്ചർ, ആ ഫംഗ്ഷനിലെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽ ടി ഡോട്ട് ഡി ആർ എന്ന് എഴുതാം അല്ലെ. ഡെൽ ടി ഡോട്ട് ഡി ആർ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ ഡെൽ ടി ആണ് എന്ത് എന്ന് പറയുന്നത്? ഗ്രേഡിയന്റ് ഓഫ് ടി എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ഓഫ് ടി. ഈ ഒരു ഡെൽ ടി ആണ് എന്ത് എന്ന് പറയുന്നത്? ഗ്രേഡിയന്റ് ഓഫ് ടി എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ആക്ച്വലി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടി എല്ലാ ഇതാണ് നമ്മുടെ ഡെൽ ടി അല്ലെ. അപ്പൊ ടി 3 ടേമിൽ ഉള്ളതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാം. അപ്പം ഡെൽ എന്ന് പറഞ്ഞാൽ അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ടി ആയില്ലേ. ഈ ഒരു 3 ടേമൊന്നും ടി പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ടി ആയില്ലേ. ദെൻ ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കിയുള്ളതാണ് ഡെല്ല്. അതായത് ഡെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ സെഡ് ഇൻറ്റു കെ. ഇതാണ് നമ്മളെ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഡെൽ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രേഡിയന്റ് ഓഫ് ടി. എപ്പോഴും ഗ്രേഡിയന്റ് ഓഫ് ടി അല്ല കേട്ടോ. അപ്പൊ ഡെൽ എഫ് കാണാൻ പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് എഫ്. ഡെൽ ആർ പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ആർ.
അങ്ങനെ ഈ ഡെൽ എന്ന് പറയുന്നതാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഗ്രേഡിയന്റ് കണ്ടെത്താൻ പഠിച്ചില്ലേ? അപ്പൊ എന്താ ഗ്രേഡിയന്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓപ്പറേറ്റ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേഡിയന്റിന് ഫിസിക്സിൽ നമ്മളെ ഫിസിക്സ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ അതിന്റെ നിങ്ങൾ ജോമെട്രിക്കലി നിങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ എഴുതിയാ കാണുമോ? നമുക്ക് ശരിക്കും ഡി ടി അല്ലെങ്കിൽ ഡി ടി എന്ന് പറഞ്ഞാല് ഡി ടി ഈക്വൽ ടു ഡെൽ ടി ഡോട്ട് ഡി ആർ എന്നല്ലേ വന്നത്. അപ്പൊ ഇതിനാ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മള് ഡോട്ട് പ്രോഡക്റ്റ് എഴുതൂലേ? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി കോസ് തീറ്റ അല്ലെ? അതുപോലെ ഡെൽ ടി ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ആർ കോസ് തീറ്റ അല്ലെ? തീറ്റ എന്ന് പറഞ്ഞാൽ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഡെൽ ടി ആൻഡ് ഡി ആർ അല്ലെ? ഡെൽ ടിയും ഡി ആറും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. അപ്പൊ നോക്ക്, ഈ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ ഗ്രേഡിയന്റിന് ഇതിന് മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക? കോസ് തീറ്റ 0 ആവുന്ന സമയത്തല്ലേ? കോസ് തീറ്റ 0 അല്ല, തീറ്റ 0 ആയ കോസ് 0 1 ആവൂലേ? അപ്പൊ ഇതിനെന്ത് ചെയ്യും? മാക്സിമം വാല്യൂ കിട്ടുക എപ്പോഴാണ്? ഡെൽ ടി അതായത് ഗ്രേഡിയന്റിന്റെ ഡയറക്ഷനും പിന്നെ ആ ഡിസ്പ്ലേസ്മെന്റ് ഡി ആറിന്റെ ഡയറക്ഷനും സെയിം ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം വാല്യൂ ആ ഫംഗ്ഷന് കിട്ടുന്നത് അല്ലെ? ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാല് ഗ്രേഡിയന്റിന് ഡയറക്ഷൻ കണ്ട ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ? അപ്പൊ അതിന് ഡയറക്ഷനും കൂടെ അല്ലേ? ഐ ജെ കെ അല്ലേ? ഡെല്ലിന് ഐയും ജെയും കെയും ഡയറക്ഷൻ ഉണ്ട് അല്ലെ? ഐ ജെ കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളുക അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്താ ഗ്രേഡിയന്റ് എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ? ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, പിന്നെ ഇപ്പൊ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരും, അതിന്റെ ഗ്രേഡിയന്റ് കാണാനൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ദെൻ എന്താ ഗ്രേഡിയന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല്ലേ? ദെൻ ഇനി നമുക്ക് ഫിസിക്സില് ഗ്രേഡിയന്റിന് സ്കേലാർ ഫംഗ്ഷനും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എഫ് ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സില് പിന്നെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഫൈയും തമ്മില് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഫൈ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ ഉള്ള റിലേഷൻ ആണ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഫൈ. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ഫിസിക്കൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രേഡിയന്റ് ഉപയോഗിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതുമായിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് നിങ്ങൾ എന്താ ഗ്രേഡിയന്റ് എന്ന് പഠിക്കുന്നത് ആദ്യം. അപ്പൊ ഗ്രേഡിയന്റ് എന്താന്ന് മനസ്സിലായല്ലോ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ. അതാണ് എന്ത്? ഗ്രേഡിയന്റ്. ഇത് ആക്ച്വലി ഇതൊരു ഓപ്പറേറ്റർ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ശരിക്കും എന്താണ്? ഈ ഒരു ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ടെമ്പറേച്ചറിന് ഓപ്പറേറ്റ് ചെയ്തു അല്ലെ? ടെമ്പറേച്ചറിന് ഓപ്പറേറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ദെൻ ഇനി നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാം ഈ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട്. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാം. അതാണ് ഡെൽ ആർ. ഫോഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെൽ എഫ് കിട്ടും. അപ്പം ഇതൊക്കെയാണ് ഗ്രേഡിയന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും ഗ്രേഡിയന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രേഡിയന്റ്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.